ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ചേട്ടൻ അരുജന്റെ തലയ്ക്ക് വെട്ടിയ ഒരു സംഭവം. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്? ഈ 2K ഫോണുകളെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. നന്നായി എല്ലാം നിറ ദുബായി വണ്ടി വരുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവത്തിന് എന്നേ അമ്മ നമ്മൾ തള്ളിക്കൊണ്ടേ. ശരിയാ, നമ്മളിക്കണ്ട. ഞാനൊക്കെ നാട്ടിൽ ഡീസന്റ് ആയിരുന്നു, സ്വന്തം കാര്യം കൊണ്ട് പറഞ്ഞാൽ മതി. അയ്യോ, അവന്മാർക്ക് ഡീസന്റ് ആണോ മോശമൊന്നുമില്ല, കിട്ടുന്നുണ്ടല്ല അവർ ആവുന്നുണ്ട്. ആ അത് ശരിയാ. അടുത്ത ആഴ്ച ഇതിന് നാട്ടിൽ പോയിട്ടിരുന്ന ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കാം, വെറുതെ റിസ്ക് എടുക്കുന്നു. ചേട്ടാ ഇൻബോക്സ് അടിക്കുന്നേ, കട്ടിലടി ഇരിപ്പുണ്ട്. എവിടെ ചേട്ടാ, എവിടെ ഇരിക്കുന്നത്? എടാ നിന്നോടല്ലാണ് ഞാനിപ്പം പറഞ്ഞ കട്ടിലടി ഇരിപ്പുണ്ട്. നിനക്ക് ചെവി കേൾക്കാൻ പോലെ അവിടെ വല്ല പോയി തപ്പ എടുക്കടാ. ചുമ്മാ അവന്റെ ഫോറൻ സാധനം കയ്യിലെടുത്ത് കൊടുക്കണം. നിനക്ക് നീയാ വളം വെച്ച് കൊടുക്കുന്നവരൊക്കെ. എടാ നീ ഇതിനാണോ വിളിച്ചോടെ? നിനക്ക് അവൻ ആരാന്നറിയും? അല്ല നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഒരു 2K ഫോണുകളുടെ കാര്യം, അവൻ ആ കൂട്ടത്തിൽ ഒരാളാ. എന്താ എടാ അവന് 2K ആന്ന്. അവനെ കണ്ടിട്ട് 2K എനിക്ക് തോന്നുന്നില്ല. എടാ അവന്റെ എമറൈസ് ചെയ്യാൻ ദിവസം കണ്ടു, അവൻ 2K കിട്ടും. നിനക്ക് എന്തുകൊണ്ട് നേരത്തെ പറയാൻ പറ്റില്ലായിരുന്നു? അവൻ ആവേശം കയറിയ ചെറുകൊണ്ട് ചൂട് പോയി. നീ വാ, നമുക്ക് അവന്റെ ചെയ്യുന്ന നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പോയി അവൻ ബോക്സ് എടുത്തു കൊടുക്കും. എന്താണത്? എനിക്ക് തോന്നുന്നു MDMA തോന്നുന്നു. അതടിച്ചിട്ട് നിന്നെ കൊല്ലാനുള്ള പ്ലാനാ. അയ്യേ ഭസ്മം. എടാ നിനക്ക് തേപ്പൊട്ടി കിട്ടിയായിരുന്നു? അതെ, തേപ്പൊട്ടി കിട്ടുന്ന വെച്ചാൽ നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. അവന് തക്കം കിട്ടി നിന്നെ എന്നും ചെയ്യും. ആ ഇവിടുന്ന് ചാടിയാ ചാവോ കാലടിയോ? ഇവിടുന്ന് ചാടിയാ അല്ല അതുകൊണ്ട് നിനക്കെന്തിനാ ചുമ്മാ അങ്ങനെ ചുമ്മാ നീ അറിയണ്ട. അതുകൊണ്ട് അതുകൊണ്ട് നീ 2K പിള്ളേർക്ക് കളിപ്പിക്കല. എന്തുവാ ഇത്? ഇങ്ങനെ പേടിക്കണ്ട, നമ്മളൊക്കില്ല ഇവിടെ. ചേട്ടാ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ചേട്ടൻ എന്താ ഇങ്ങനെ പേടിക്കുന്നത്? നാട്ടിലെ ചെക്കന്മാർ ഓരോ ദിനത്തിലും കാണിക്കൂ, എല്ലാവരും അങ്ങനെയല്ല. എന്നെ ചേട്ടൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളെല്ലാം എൻ്റെ ചേട്ടന്മാരെ പോലെയാ. അല്ലേ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. പിന്നെ ചെറിയൊരു ഭയം ഈ നാട്ടിൽ ന്യൂസൊക്കെ അറിയുമ്പോൾ. ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല, നിന്നെ സ്വന്തം അറിയാതെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ചെക്കൻ നമ്മളല്ല കേട്ടല്ലോ. ഇതേതാ പുതിയ വിളിച്ച്? റൂമിലേക്ക് പുതിയ ആളാണ് കേട്ടോ. ജനിച്ച വർഷം കൊല്ലവർഷം 1834. ഇംഗ്ലീഷ് പാടാം. 2003 കേട്ടോ.